Sponsored by സിന്ധു ഫാർമസി ബദാം ലേഹ്യം. ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ. Powered by നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി പെരുമ്പാവൂരിലും. ഇനാഗുറേഷൻ December 14 രാവിലെ 10 മണിക്ക്. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Co-sponsored by Baba Easy English. Baba Easy English. നമസ്കാരം. ബദാം ലേഹ്യം പാട്ടിൻ്റെ തീരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ എപ്പിസോഡാണ് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും ഓരോ പുതിയ പാട്ടുകാരായിട്ടാണ് വരുന്നത്. നല്ല കുറേ പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇന്നും നല്ല കുറേ സുന്ദരി കുട്ടിയാണ്. നമുക്ക് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഹലോ, പേരെന്താ? തീരത്തിലേക്ക് സ്വാഗതം. അതെ, സ്വാഗതം. സ്വാഗതം ചേച്ചിയാ പറയുന്നത്, ബാക്കിയെല്ലാം ഞാനാ പറയുന്നത്. മോളുടെ പേരെന്താ? മീനാക്ഷി. മീനാക്ഷി. എവിടുന്നാ വരുന്നത്? നമ്മൾ പനക്കോട്, തിരുവനന്തപുരം ജില്ലയിലെ. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. എന്തിനാ പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ കൈരളി വിദ്യാഭവൻ സ്കൂളിൽ. 10ാണ് പഠിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണോ? വീടിൻ്റെ അടുത്ത് തന്നെയാണോ പഠിക്കണേ? നെടുമങ്ങാട്. ഓക്കെ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളോ? കുഴപ്പമില്ലാതെ പഠിക്കും. അല്ല, ഇപ്പൊ 10th ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭയങ്കര ഇതായിരിക്കില്ലേ? എപ്പോഴും പഠിക്കുക. ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ടഫ് സബ്ജക്റ്റ് ഏതാണ്? സയൻസ്. മാത്സ് എളുപ്പമാണോ? മാത്സ് കുഴപ്പമില്ല. നമ്മുടെ കൂട്ടല്ല. ചേച്ചി അത് ആദ്യം പറഞ്ഞത് തന്നെയാ. ശരി. മോളെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. ഓക്കെ. അനിയൻ എത്രയല്ല പഠിക്കുന്നത്? 4ൽ. അപ്പം വീട്ടിലാരൊക്കെ പാട്ട് പാടാറുണ്ട്? അമ്മ പാടും. അപ്പോൾ പാട്ടൊക്കെ പാടുന്ന ഏത് പാട്ടാണ് പാടേണ്ടതെന്നൊക്കെ അമ്മയാണോ പറഞ്ഞു തരുന്നത്? ആണോ? മോളിപ്പോൾ അവസാനം കേട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ശിങ്കാരവേലനെ നീ ദേവ. ആഹാ, ഭയങ്കര ഇഷ്ടമാണോ ആ പാട്ട്? അതിഷ്ടം. അത് ഫിലിമിലെ പാട്ടായിരുന്നോ? ഏത് ഫിലിമിലെ അത്? അറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. ഏത് പാട്ടാണ് പാടുന്നത്? രാജശില്പി. പഴയ പാട്ട്. നമ്മൾ പുതിയ പാട്ടാന്നൊക്കെ പ്രതീക്ഷിച്ചു അല്ലേ? അതെ. പഞ്ചവൻ കാട സിനിമ പഴയ. അറിയാവോ ഏത് സിനിമയാണെന്ന്? അറിയില്ല. അറിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പറയായിരുന്നതാ. സുശീലാമ്മയാണ് പാടിയിരിക്കുന്നത്. ആരൊക്കെയാ മ്യൂസിക് ഡയറക്ടർ എഴുതിയതാരൊക്കെയാണെന്ന് അറിയാമോ? ദേവരാജൻ വയലാർ. അറിയാവോ? ഇവരെയൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്. പാട്ടിലേക്ക് പോവാം. ഓക്കെ, നല്ല പാട്ടാ, നല്ല സെലക്ഷൻ. നമുക്ക് പാട്ട് കേൾക്കാം. രാജശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? രാജശില്പി. തിരുമേ നിറയെ
രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും. പനിനീർക്കുമ്പിളിൽ പുതിയ പ്രസാദം പകരം മേടിക്കും ഞാൻ, പകരം മേടിക്കും. മറക്കും, എല്ലാം മറക്കും, ഞാനൊരു മായാലോകത്തിലെത്തും. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ആ പഴയ ആ ഒരു അതെ അതെ നല്ല നല്ല ഫീലോടെ പാടുന്നുണ്ട്. നല്ല സൗണ്ട്, നല്ല ക്യൂട്ട് സൗണ്ട്. നമ്മൾ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് അല്ലേ? ആ പഠിക്കുന്നുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കണം? 5 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകളിൽ പോകാൻ പറ്റുന്നില്ല. പോകാൻ പറ്റില്ല. ആരെടുത്താ പഠിക്കണേ ഇപ്പോൾ? ആരനാട് രാജസാറിൻ്റെ അടുത്ത്. ഓക്കെ. ഇപ്പൊ എവിടം വരെ എത്തി? കച്ചേരിയൊക്കെ ചെയ്യാറായോ? അങ്ങനെയൊന്നും ആയിട്ടില്ല. നല്ല അരങ്ങേറ്റം കഴിഞ്ഞോ? അരങ്ങേറ്റം കഴിഞ്ഞു. കഴിഞ്ഞു. അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? സാറിൻ്റെ അടുത്ത് തന്നെയാണോ തുടക്കം തൊട്ട് പഠിക്കണം? തുടക്കം മുതൽ സാറിൻ്റെ അടുത്ത്. ഓക്കെ. ലൈറ്റ് മ്യൂസിക് ആരാ പഠിപ്പിക്കണേ? അങ്ങനെ ആരും പഠിപ്പിക്കുന്നില്ല. ഞാൻ തനിയെ കേട്ട് കേട്ട് പഠിക്കുകയാണ്. പഠിക്കണം. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ എങ്ങനെയാ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്? കോമ്പറ്റീഷൻസിൽ ഇപ്പൊ പങ്കെടുക്കാൻ. CBSE ആയതുകൊണ്ട് അവിടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട്. സ്റ്റേറ്റില് സ്റ്റേറ്റിലെ പോലെ അത്രയും ഓർഗനൈസ്ഡ് അല്ലെങ്കിലും ഉണ്ട് അല്ലേ? കോമ്പറ്റീഷൻ ഉണ്ട്. എനിക്കിപ്പോൾ സ്കൂളിൽ പ്രൈസ് ഇടുന്നുണ്ട്. Okay. സൗത്ത് സോണിൽ പോയപ്പോൾ ഹിന്ദി റെസിറ്റേഷന് പ്രൈസ് പ്രൈസ് ഉണ്ടായിരുന്നു. കിട്ടി. ഓക്കെ. എല്ലാത്തിനും പോകണ്ടേ? ഹിന്ദി റെസ്റ്റ് വേറെ എന്തിനൊക്കെയാണ് പോകാറുള്ളത് മത്സരത്തിന്? റെസിറ്റേഷൻസ്, പെയിന്റിങ്, പെയിന്റിങ്ങിന് ഡ്രോയിങ് പോകാറുണ്ട്. ഒക്കെ. ആഹാ, അത് ശരി. അപ്പം പെയിന്ററും കൂടാണ്. ഡ്രോയിങ് ഇഷ്ടമാണ്. ഇഷ്ടം. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. അതെന്താ പഠിക്കാണേ? ഇല്ല, അത് എല്ലാം കൂടെ പഠിക്കാനുള്ള സമയമില്ല. അത് 10ാം ക്ലാസ്സിലെ 10th സയൻസ്, ട്യൂഷൻ. ഇംഗ്ലീഷും മലയാളവും ഇതെല്ലാം പഠിച്ചു തീർക്കുന്ന തന്നെ പാട് തന്നെ നമുക്കറിയാം. അതിൻ്റെ കൂടെ മ്യൂസിക്, അതിൻ്റെ കൂടെ ഇനി പെയിന്റിങ് കൂടെ പഠിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ പാട്ട് ക്ലാസ്സിനൊക്കെ പോവാറുണ്ടോ? ഇപ്പൊ 10th ആയതുകൊണ്ട് പക്ഷെ അത് വല്ലപ്പോഴും ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ? നല്ല സപ്പോർട്ടീവ് ആണ്? നല്ല support. ടീച്ചേഴ്സോ? ടീച്ചേഴ്സ് നല്ല കൂടെ സപ്പോർട്ട്. പാടുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? കൂടെ പാടാൻ ഉണ്ട്. ഉണ്ട്. കുറേ പേരുണ്ട്. കുറേ പേരുണ്ട്. ക്ലാസ്സിൽ എങ്ങനെയാ? ക്ലാസ്സിൽ മീനാക്ഷിയാണോ നന്നായി പാടുന്ന ആള്? അതിപ്പോ ഞാനല്ലല്ലോ അല്ല പറയണ്ടേ. പറയണ്ടേ? അതാണ്. എന്നാലും നമുക്കറിയാലോ നമ്മുടെ ക്ലാസ്സിൽ വേറെ ആരൊക്കെ പാടുന്നുണ്ട് ആണോ? എന്നൊക്കെ. ക്ലാസ്സിൽ മിക്കവാറും അതിനൊക്കെ എല്ലാവരും എന്നെയാണ് ചേർക്കുന്നത്. അപ്പൊ പിന്നെ അപ്പൊ അതാരായിരിക്കും? മനസ്സിലായി. ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതാണ്. മീനാക്ഷിയാണെന്ന് നമുക്ക് പറയണ്ട. അതെ അതെ അതെ. മീനാക്ഷി മീനാക്ഷിയാണെന്ന് പറയില്ല നമ്മൾ. ഓക്കെ. അപ്പോൾ മോളെ, അടുത്തൊരു പാട്ട് പാടാം നമുക്ക്. ഏത് പാട്ടാ? അടുത്തൊരു പാട്ട് ഏതാ പാടാൻ പോകുന്നേ? ക്ലാസിക്കൽ മ്യൂസിക് പാടാം. ക്ലാസിക്കൽ നമുക്ക് പാടാം. ക്ലാസിക്കൽ ഒരു ഏതാ പാടാൻ പോകുന്നത്? ശ്രീഹരേ ജനാർദ്ദന. ശ്രീഹരി. നമുക്ക് ഒത്തിരി സമയമില്ല. നമുക്കൊണ്ട് പല്ലവിയും നമുക്ക് അനുപല്ലവിയും മാത്രം നമുക്ക് പാടാം. എന്താ? റെഡി? ശ്രീഹരേ ജനാർദ്ദന രേവതി ശാനുജ മാം പാഹി. ശ്രീഹരേ ജനാർദ്ദന രേവതി ശാനുജ മാം പാഹി. ശ്രീഹരേ ജനാർദ്ദന ജനാർദ്ദന. രോഹിണി ശസമാ സുന്ദരവദന ആ
ശ്രീപതി ശ്രീഹരി ജനാർദ്ദന രേവതി ശാനുജ മാം പാഹി ശ്രീഹരി ജനാർദ്ദന ജനാർദ്ദന. ഇതാണോ കോമ്പറ്റീഷനൊക്കെ പാടുന്ന പാട്ടിതാണോ? കോമ്പറ്റീഷൻസിന് ഇത് പാടിയിട്ടില്ല. പാടിയിട്ടില്ല. ഓക്കെ, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, അപ്പൊ കീർത്തനൊക്കെ ആയിരിക്കണം. അപ്പൊ കച്ചേരിയൊക്കെ നടത്താറായോ? കച്ചേരി നടത്തുന്നു. പത്തിലായോണ്ട് അങ്ങനെയൊന്നും ഓ 10-ലായതുകൊണ്ടാണ് ഇപ്പൊ പ്രശ്നം. അത് കഴിഞ്ഞ നോക്കായിരുന്നു അല്ലേ, ഇന്ന് കഴിയട്ടെ. 10ാം ക്ലാസ്സിന് ഭയങ്കര തിരക്കല്ലേ, എല്ലാം കൂടെ പഠിക്കാനുള്ള സമയമൊക്കെ ബുദ്ധിമുട്ടല്ലേ. എല്ലാവരും എനിക്കറിയാവുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. 10ാം ക്ലാസ് ആകുമ്പോൾ പാട്ട് നിർത്തും. 10ാം ക്ലാസ് വരെയുള്ള പാട്ടേ ഉള്ളൂ, അത് കഴിഞ്ഞ് മതി, പാട്ട് മതി എന്ന് പറയും. വീട്ടുകാർ തന്നെ പറയും ഇനി പഠിക്കാനെത്തിട്ടുണ്ട്, പാട്ട് നിർത്താൻ പറയും. എങ്ങനെ വീട്ടിലെങ്ങനെ സപ്പോർട്ടിങ് ആണോ? എല്ലാവരും സപ്പോർട്ടീവ് ആണ്. അല്ല ഇപ്പൊ 10th ആയതുകൊണ്ട് എങ്ങനെയാ? അല്ല എന്നാലും പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അച്ഛനും അമ്മയ്ക്കും പിന്നെ കൊച്ചിച്ചനും നല്ല ഇഷ്ടമാണ്. ഓക്കെ മോളെ, നമുക്ക് ഫിലിം സോങ് ഒന്ന് പാടാം അല്ലേ? നമുക്ക് സമയം. ഫിലിം സോങ് ഏതാ? ഫിലിം സോങ് പാടാൻ പോകുന്നത് അടുത്ത് 17ന്റെ പൊങ്കൽ. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. ആരാ പാടിയാരാന്നറിയോ? ശ്രേയാഘോഷൻ പാടിയിട്ടുണ്ട്. കബീർ എന്ന് പറഞ്ഞിട്ട് ഡ്യുവറ്റ് ഉണ്ട്, സോളോയും ഉണ്ട്. ആരാ സംഗീത സംവിധാനം എന്നറിയോ? അത് മോഹൻ സിത്താരാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ അറിഞ്ഞൂടെ. വരികൾ എഴുതിയേക്കുന്നത് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. അപ്പോൾ നമുക്ക് നല്ല പാട്ടാ, നല്ല കുറെ നാളായി പാട്ട് കേട്ടിട്ട്. ആ ഇടയ്ക്ക് ഹിറ്റായിരുന്നെങ്കിലും പിന്നെ കുറെ നാളായിട്ട് ആ പാട്ട് കേൾക്കാതിരിക്കുക. നമുക്ക് പാട്ട് എന്തായാലും പാട്ട് പാടാം. ഓക്കെ.
നന്നായിട്ട് പാടി കേട്ടോ. നല്ല പാട്ടാണ്, നല്ല പാട്ട്. വീണ്ടും കേൾക്കാൻ അതെ അതെ, പറ്റില്ലേ? ആ പാട്ടിൻ്റെ നല്ല നല്ല ഫീലുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഫീലോടെ തന്നെ പാടി കൊള്ളാം കേട്ടോ. എങ്ങനെയാ സ്റ്റേജ് ഷോസിലൊക്കെ പോയി പാടാറുണ്ടോ? ഗാനമേളയ്ക്കോ അങ്ങനെ? ഗാനമേളയായിട്ടല്ല, കോമ്പറ്റീഷൻസ് വെളിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതിനകത്താണ്? ചിമ്മീൻ്റെ 50ാം വാർഷികത്തിന് സത്യൻ സ്മാരക സമിതിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഓക്കെ. ചലച്ചിത്ര ഗാനത്തിൽ ഞാൻ പങ്കെടുത്തു. അതിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഏത് പാട്ടാ പാടിയ? പെണ്ണാളെ പെണ്ണാളെ. ആ ഫിലിമിലെ സോങ്. അതെ. ഓ, അതിന് എല്ലാം ആ സിനിമയിലെ പാട്ട് തന്നെയാണ് എല്ലാവരും പാടിയത്. എല്ലാവരും അത് തന്നെ പാടി. അങ്ങനെയൊക്കെ. അപ്പോൾ സെക്കൻഡ് കിട്ടി അതിന്. ഓക്കെ, ഇതൊരു വലിയ കാര്യമല്ലേ? വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. ആരാ എൻ്റെ സംഗീത സംവിധാനം എന്നറിയോ ആ സിനിമയുടെ? അതെനിക്ക് സലിൽ ചൗധരി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. സലിൽ ചൗധരി എന്ന് കേട്ടിട്ടില്ല? ഇല്ല. സലിൽ ചൗധരി എന്ന് പറഞ്ഞൊരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നു. അദ്ദേഹം കൽക്കട്ടക്കാരനാണ്, ബംഗാളിയാണ്. പക്ഷേ നമുക്കിവിടെ വന്നിട്ട് കുറേ നല്ല പാട്ടൊക്കെ തന്നിട്ടുണ്ട്. മോൾ ഒത്തിരി പാട്ട് മോള് കേട്ട് കാണും. അങ്ങനെ പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? ഏത് പാട്ടാണ് കേൾക്കുന്നത്? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ? എനിക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം. പഴയ പാട്ടാണ്. പഴയ പാട്ടപ്പോൾ എന്തായാലും സലിൽ ചൗധരി സാറിൻ്റെ പാട്ടുകൾ എത്രയോ പാട്ടുകൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. സന്ധ്യയെ കണ്ണീര് തന്തി സന്ധ്യ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? അതൊക്കെ അദ്ദേഹം ചെയ്ത പാട്ടാ. മാടപ്രാവയൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ആരാന്ന് അറിയില്ല അല്ലേ, സംഗീത സംവിധാനം ചെയ്ത ആരാണെന്ന്. അതിന് ശ്രദ്ധിക്കണം കേട്ടോ. പാട്ടിലും നമ്മൾ കുറച്ചൊരു കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളതോടൊന്ന് ശ്രദ്ധിക്കാൻ നോക്കണം. ഓക്കെ. കൊച്ചു മോളാ, കുറച്ചുകൂടെ വളർന്ന് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി അത് വന്നുള്ളൂ. ആ ഇൻട്രസ്റ്റ് വന്നിടുമ്പോഴേ ശ്രദ്ധിച്ചോളൂ. ഇപ്പം 10th. ഈ ചേച്ചിയാന്ന് ഇപ്പോഴും പോലും നോക്കത്തില്ല, വെറുതെ പാട്ട് കേൾക്കുമെന്നല്ലാതെ. ഞാനൊന്നും പറയുന്നില്ല. മോളെ അടുത്ത പാട്ട് ഏതാ പാടാൻ പോണേ? കണ്ണിൻ വാതിൽ ചാരാതെ. മുല്ല. ഓക്കെ. വിദ്യാസാഗർ സാറിന്റെ സംഗീതം. ഇതും ഡ്യുവറ്റ് അല്ല, അത് സോളോ ആണ്. 2 സോളോ ആണ്. അതെ, ദേവാനന്ദ് പാടിയിട്ടുണ്ട്, ഗായത്രിയും പാടിയിട്ടുണ്ട്. അപ്പോൾ ഗായത്രി പാടിയ പാട്ട് പാടാം. എല്ലാം ഒരുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കണ്ണടച്ചിരിക്കും. അപ്പോൾ നല്ലൊരു പാട്ട്, താരാട്ട് പാട്ടാ. എന്താ, റെഡി? ഓക്കെ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരീരോ. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ, എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. ആരാരോ ആരാരോ ആരീരോ ആരീരോ. ഇടനെഞ്ചുരുകും ചുടുപറ്റി കൈയൊഴുക്കും തട്ടിലിന്മേൽ കൺമണിയെ കണ്ണടയ്ക്ക് നീ ഉറങ്ങ. ആരാരോ
നന്നായിട്ട് പാടി കേട്ടോ. ബിൻചേട്ടൻ ഉറങ്ങി, ഞാൻ കണ്ടു, ശ്രദ്ധിച്ചു. ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കമായിരുന്നു. വേണ്ട ഞാനാണ് ആദ്യം എഴുന്നേറ്റത് ഉറങ്ങിയാണെങ്കിലും. ഇവിടെ ഒരാൾ പാട്ട് കഴിഞ്ഞിട്ട് നല്ല ഉറക്കമായിരുന്നു. കണ്ണടച്ച് ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ഉറങ്ങില്ല, അതിന് ഉറക്കുന്നല്ല കേട്ടോ പറയാ, ആസ്വാദനം എന്നാട്ടോ പറയാം. പിന്നെ സിനിമയെ കാണാൻ പോകണ്ടോ? അത്യാവശ്യം കുറച്ച് അതെ സിനിമ കാണാൻ ഇഷ്ടമല്ല, സിനിമ ഇഷ്ടമാണ്, സമയമില്ല, ടൈമില്ല, ഒന്നിനും ഇപ്പൊ സമയമില്ല, 10th ആയതുകൊണ്ട് അല്ലേ. പിന്നെ അടുത്ത ഫ്രണ്ട്സ് ആരൊക്കെയാ? അടുത്ത ക്ലാസ്സിലെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്, ക്ലോസ് ആണ്. എന്നാലും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. പേര് പറഞ്ഞ ഇനിയിപ്പോ പറഞ്ഞു അവിടെ ബാക്കിയുള്ളവർക്ക് പിണക്കമാവും അല്ലേ? അപ്പൊ എല്ലാരും ഫ്രണ്ട്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നല്ല ചേട്ടന് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ? വന്നു കഴിഞ്ഞാൽ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ട് ഓരോരുത്തരുടെ പേര് ഒഴിപ്പിച്ചിട്ട് അവരെ കൊണ്ട് വഴക്കെടുപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് പറയൊന്നും വേണ്ട കേട്ടോ. നല്ല പട്ടുപാവാടയൊക്കെ ഇട്ടുണ്ടാക്കുന്നത് നല്ല നല്ല ഒത്തിരി 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 വല്ലപ്പോഴും ഒക്കെ ഇടത്തുള്ളൂ ഇങ്ങനെ ഈ പട്ട് ഡ്രസ്സും ഒക്കെ ഉണ്ട്. ഓണത്തിന് എന്താ പറയുക, വിഷുവിന് ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് അല്ലേ? എന്താ അതല്ലാതെ ഇട്ടൂടെ? അല്ല ഇടാ, ഇപ്പൊ ആരിടുന്നുണ്ട് ഇതുപോലെ? ഇതുപോലത്തെ ഡ്രസ്സ് അല്ലേ ഇട്ടുകൊണ്ട് നടക്കുന്നത് എല്ലാവരും? അങ്ങനെയൊന്നുമല്ല, പട്ടുപാവാട ഇട്ട് നടക്കുന്നവരുണ്ടല്ലോ. മോൾ എപ്പോഴും ഇടാറുണ്ടോ? സ്കൂളിൽ യൂണിഫോം, സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇടാറുണ്ട്, അമ്പലത്തിൽ പോകുമ്പോ ഇടാറുണ്ട്. മോൾ ഈ സ്കൂളിലെന്നാ പറഞ്ഞാൽ ഒന്നുകൂടെ കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട് അല്ലേ? ഒരു പാട്ട് പാടാം. എന്താ, ഏത് പാട്ടാ? അടുത്ത പാട്ട് ഏതാ? ജീൻസ് സിനിമയിലെ കണ്ണോട് കാണുമ്പതെല്ലാം. ഓക്കെ, റഹ്മാൻ സാറിന്റെ പാട്ടാണ്. ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിപ്പോ ഉറക്കത്തിൽ നിന്ന് തട്ടി ഉണർത്താൻ വേണ്ടിട്ടാ. അപ്പോ നല്ല ക്ലാസിക്കൽ ഫിലിം, അതിലെല്ലാ സോങ്സും സൂപ്പർ സോങ്സ് ആണ്. ഇത് ബോംബെ ജയശ്രീ മാഡം പാടിയതാണ്. ബോംബെ ജയശ്രീ എന്ന് കേട്ടിട്ടുണ്ടോ? വസീകര എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? വസീകര പാട്ട് കേട്ടിട്ടില്ലേ? വസീകര എന്നുള്ള പാട്ട് ആ പാട്ട് പാടിയത് ബോംബെ ജയശ്രീ എന്ന് പറഞ്ഞ പാട്ടുകാരി. ആ മാഡം തന്നെയാണ് ഈ പാട്ടും പാടിയിരിക്കുന്നത്. കണ്ണോട് കാണുമ്പോഴതെല്ലാം ക്ലാസിക്കൽ, ഭയങ്കര ക്ലാസിക്കൽ ടച്ചുള്ള ഒരു പാട്ടാണ്. എന്തേ AR റഹ്മാൻ സാറിന്റെ സംഗീതം കേൾക്കാം. ഓക്കെ.
தினக்கு தினக்கு தினதில்ல நான் அருதனி தொங்குதனி தினரு ஒருவர் தாங்கும் தூக்கத்தில் இருவர் கனவுகள் காணுகிறோம் ஒருவர் தாங்கும் சுவாசத்தில் இருவர் இருதயம் வாழுகிறோம் தவி கொள்ள மட்டும் தான் தனித்தனியே தேடுகின்றோம் கண்ணோடு காண்பதெல்லாம் தலைவா மமகக மம சசகக சசகக நினி சகக சமம சகக சப்பப்ப சகக சனினி சகக சசானி ரவமக கம பனி சதானிக சானித பாமக ரே சகம கண்ணோடு காண்பதெல்லாம் தலைவா பபனி நிசச கம பபனி நிசச நிசகம பனி தப்பம கம பனி சகரி சனி சமகரி சனி கண்ணோடு காண்பதெல்லாம் தலைவா தேரே சனி சரி சரி நினி சச கரி சனி சகரி சனி தவ பப்ப இதவ மகரி சனி சக சகம கம ப இதவ மபனி பபனி சகரி சரி சனி சகனி தவ மகம பம கண்ணோடு காண்பதெல்லாம் தலைவா கண்களுக்கு சொந்தமல்லே கண்களுக்கு சொந்தமல்லே கண்ணோடு மணியானா கண்ணை விட்டு பிரிவதில்லை நீ என்னை விட்டு பிரிவதில்லை മോളെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല മോള് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട് കളിക്കാന്നൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, ഉറക്കമൊക്കെ അങ്ങ് പോയി, പോയി. അതെ. നല്ല നല്ല ഭംഗിയായിട്ട് പാടിയത്. ഓക്കെ, അത് ഈസി അല്ലാത്തൊരു പാട്ടാണ്. ഇതെങ്ങനെയാ സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? സ്റ്റേജിൽ അല്ലെങ്കിൽ സ്കൂളിലോ എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ ഈ പാട്ട്? കണ്ണോട് കാണുമ്പോഴെല്ലാം ഇല്ല ഇല്ല, നമ്മുടെ ഈ പ്രോഗ്രാമിന് നമുക്ക് വേണ്ടിയിട്ടാണ് മാത്രം പാടിയത്. പാടിയതാണ്. വെരി ഗുഡ്, കൊള്ളാം. അപ്പൊ ഇനി ധൈര്യത്തോടു കൂടി സ്റ്റേജിലൊക്കെ പാടാം കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട് അല്ലേ ചേട്ടാ? അതെ അതെ, തീർച്ചയായിട്ടും പാടാം. AR റഹ്മാൻ്റെ കോമ്പോസിഷനകത്ത് എല്ലാം എടുത്ത് പറയേണ്ട പാട്ടുകളാണ്. എന്നാൽ പോലും ഇത് എന്തായാലും മാറി നിൽക്കുന്ന കുറേ പാട്ട്, ക്ലാസിക്കൽ ബേസ് ചെയ്തിട്ട് ഒത്തിരി ഒന്നും പാട്ട് ചെയ്തിട്ടില്ല. അതിലൊരു പാട്ടാണ് ഇത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ അത് ശരി, അങ്ങനെയാണ്. അച്ഛനാണോ ഈ പാട്ട് സെലക്ട് ചെയ്തത്? അച്ഛന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അച്ഛൻ്റെ പേര് പറഞ്ഞോ? സജിത് കുമാർ. ഓക്കെ, അച്ഛന് വേണ്ടിയിട്ട്, മീനാക്ഷിയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. അച്ഛൻ പാടുവോ? അച്ഛൻ കുഴപ്പമില്ലാതെ പാടും. വീട്ടിൽ വേറെ ആരെങ്കിലും പാടുവോ? അനിയനോ? അമ്മ പാടുന്നില്ല? അമ്മ പാടുന്നു. അനിയൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നാലിലല്ലേ ആയിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് ഒക്കെ വരാവുന്ന പ്രായം ആവണേ ഉള്ളൂ. നമ്മൾ അടിച്ചു പിടിച്ചൊക്കെ കൊണ്ടുപോകണമല്ലേ പഠിക്കാനായിട്ട്, പാട്ട് പഠിക്കാനായിട്ട്. നമുക്ക് ഏതെങ്കിലും പാട്ട് പാടാൻ? എനിക്ക് ഡെവോഷണൽ സോങ് ആണ് പാടുന്നത് ഭയങ്കര ഇഷ്ടം. ഹിമഗിരി തനേ ഹേമലതേ അല്ലെ, ചിത്രയേച്ചി പാടിയ ഒരു പാട്ടുണ്ട് അല്ലേ? ശരി, എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? ആഗ്രഹമല്ലേ, മോഡ് ആഗ്രഹമല്ലേ, നമുക്ക് സാധിച്ചു കൊടുക്കാം. ഓക്കെ. ഹിമഗിരി തനയേ ഹേമലതേ ഹിമഗിരി തനയേ ഹേമലതേ അംബൈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ അംബൈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ അംബൈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ സദാ പ്രസാദം സദാ പ്രസാദം ചൊരിയും നിൻമിഴികൾ സദാ പ്രസാദം ചൊരിയും നിൻമിഴികൾ കാടൂർ കൂടേശ്വരി പതിയേണം
പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സ സനി നിന്നി പപ്പ മഗ ഗമ ഗമ പനി മപ ഗമ പനി സ സഗ ഗ സനി സ സനി പനി നി പപ്പ മഗ മപ മനി പ സനി ഗ സ മ ഗ സനി പനി സ മമ ഗ ഗ സ സനി നി ഗ സ സനി നി സ സനി നി പപ്പ മമ ഗ മപ ഗ മപ ഹേ മഗി തനയി ഹേ മലത്തെ അംബരീശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ. വളരെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പാടി ഇതൊക്കെ പാടാറുണ്ടോ? സ്റ്റേജിലൊക്കെ എപ്പോഴും പാടിയിട്ടുണ്ടോ? സ്റ്റേജിൽ അങ്ങനെ പാടിയിട്ടില്ല. വീട്ടിന്റെ അടുത്ത് 3 അമ്പലമുണ്ട്, അതിലൊക്കെ പാടിയിട്ടുണ്ട്. ഡിവോഷണൽ സോങ് ആണല്ലോ, ഡിവോഷണൽ ഗാനമേളക്കൊക്കെ ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നല്ല കുറേ പാട്ട് നമുക്ക് വെറും കൈയോടെ വിടാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? നമ്മുടെ മൊമെന്റ് കൊടുക്കണം. അതെ, കേരള വിഷൻ്റെ ഒരു ഉപഹാരം. പാട്ട് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് നല്ല ശബ്ദമുണ്ട്, കളയാതിരിക്കുക കേട്ടോ. ഇതാക്കരുത്, ഇല്ല, ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ സമയമാവുന്നു ഇല്ലേ? നമുക്കിന്ന് ഫൈനൽ സോങ് ഉണ്ട്, നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്, കാണാം. ഞാൻ വിനേഷ്, ദുബായിൽ നിന്നാണ്. എനിക്ക് സ്വാഗതം എന്ന ചിത്രത്തിലെ മഞ്ഞിൻ ചെറുകുള്ള വെള്ളരിപ്രാവ് എന്ന സോങ് പാട്ടിന്റെ തീരത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കണ്ടല്ലോ വിൻചേട്ടന്റെ ഊഴാണ്. അപ്പൊ ഇന്ന് റെഡി അല്ലേ? നല്ലൊരു പാട്ട്. ഓക്കെ, രാജാമണി സാറിന്റെ സംഗീതത്തിലുള്ള പാട്ടാ സ്വാഗതം എന്നുള്ള സിനിമയിൽ. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. തീർച്ചയായിട്ടും. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ? മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ? മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ? തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ? നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഏഴഴകി. നളിനങ്ങൾ നീന്തുന്ന നയനങ്ങളിൽ നിഴൽ പോലെ വന്നു ഞാൻ ഏഴഴകി. പവിഴങ്ങൾ ചോരുന്ന ചുണ്ടിൽ നിന്നും പൊഴിയുന്നതെന്നുമെന്നാമമല്ലേ? അറിയാതെ കാൽവിരൽ കുറിമാനമെഴുതുന്നു. ദേവി 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 ദേവി. അമ്മലയിലൊരിമ്മലയിലൊരുമക്കൂട്ടി ചേക്കേറും കിളിയമ്മേ പോ കുക്കു കുക്കു. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്ന
തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ അതിലോലമോതിര കൈ നുണഞ്ഞൻ അകതാരിൽ പെയ്തു നീ പൂമഴയായി അതിലോലമോതിര കൈ നുണഞ്ഞൻ അകതാരിൽ പെയ്തു നീ പൂമഴയായി മഴവില്ലുലാളിച്ച നിന്റെ മുന്നിൽ മിഴിപ്പീലി വീശിടുന്നോ മലാളെ ശ്രുതിയാണു ഞാൻ എന്നിലലിയുന്ന ലയമാണു നീ ദേവി 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 അമ്മലയിലൊരിമ്മലയിലൊരുമക്കൂട്ടി ചേക്കേറും കിളിയമ്മെപ്പോൾ കുക്കു കുക്കു മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ ലാലാ 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 ചോദിച്ചില്ലല്ലോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ കൊള്ളായിരുന്നു. അപ്പൊ പേടിച്ചിട്ടാ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല വിൻചേട്ടാ, നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പം നമുക്ക് ഇതുപോലെ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പ്രോഗ്രാമിൽ. അതിന് ചെയ്യേണ്ട ഇത്ര മാത്രം: ട്രാക്കിൽ പാടിയ 2 ഫിലിം സോങ്, ബയോഡാറ്റ, ഫോട്ടോ, ഫോൺ നമ്പർ എല്ലാം നമുക്ക് അയച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ നമ്മൾ അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ബദാം ലേഹ്യം പാട്ടിന് തീരം, കേരള വിഷൻ, കടവന്ത്ര, കൊച്ചിൻ 20. അവർ ഇമെയിൽ ID kvtheeram@gmail.com. അപ്പോൾ നമ്മൾ ചോദിച്ചില്ല, വാട്സപ്പ് റിക്വസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. നമുക്ക് ഇതുപോലെ ഫൈനൽ സോങ്സ് നിങ്ങൾക്ക് പാടി കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ പാട്ട് നിങ്ങൾക്ക് വീഡിയോ റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, വളരെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് മാത്രം അയക്കുക. വരുന്നുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മിനിമം ഒരു 10-15 പിക്സലുള്ള ഒരു ക്യാമറ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുക അല്ലേ? അതെ. അപ്പോൾ നമുക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ് 9746328382. അപ്പോൾ വീണ്ടും കാണാം അടുത്ത ആഴ്ച. ബൈ. Sponsored by സിന്ധു ഫാർമസി ബദാം ലേഹ്യം, ആരോഗ്യമുള്ള ജീവിതത്തിന് ആയുർവേദത്തിന്റെ പരിരക്ഷ. Powered by നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി പെരുമ്പാവൂരിലും. ഇനാഗുറേഷൻ December 14 രാവിലെ 10 മണിക്ക്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. Co-sponsored by Baba Easy English. Baba Easy English.